വർഷം മുമ്പെയൊക്കെയാണ് അഹസ് കഴിക്കാൻ വേണ്ടി വന്ന കഥ. അഹസിന് അന്ന് എന്താ അഹസ് എന്നൊന്നും അറിഞ്ഞൂടാ. അവിടുത്തെ ഒരു വഴിപാടാണെന്നുള്ളത് മാത്രമേ അറിയുള്ളായിരുന്നു അഹസ് കഴിക്കാന്. അപ്പൊ അഹസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസവും നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് 1 രൂപ കോയിൻ എടുത്തു വെക്കും. അന്ന് 1500 രൂപ ഒരു അഹസ് വാങ്ങുന്നുള്ളൂ അവിടെ. ഇപ്പൊ അതൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എടുത്തു വെച്ച് ഒരു 1500 ആയപ്പോ ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് പോവുക, ബസ്സിലൊക്കെ കയറി പോവുക. അങ്ങനെ വീട്ടിൽ ആളില്ല, വയസ്സായ അമ്മ ഉണ്ട്, ചെറിയ മോനുണ്ട്. അപ്പൊ എങ്ങനെയാ പോയിട്ട് പെട്ടെന്ന് അഹസ് കഴിച്ചിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോരാന്നുള്ളതിലാ പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോ ഞങ്ങൾ ആ ഉച്ചപൂജന്റെ വരിയിൽ കയറി. അന്ന് ഇതുപോലത്തെ സൗകര്യങ്ങൾ നമ്മൾ കമ്പിയൊക്കെ ഇങ്ങനെ വളഞ്ഞുള്ള കമ്പിയാ. നമ്മൾ ലൈൻ നിൽക്കുന്നത് പുറത്ത്, ഉള്ളിൽ കൂടിയൊന്നുമില്ല. പുറത്തെ ആ ലൈനിൽ ഇങ്ങനെ വളഞ്ഞു നിന്ന് കുറേ സമയം. അപ്പൊ ഉച്ചപൂജയാകുമ്പോ നട അടക്കിയല്ലോ, കുറേ സമയം ലൈൻ നിൽക്കണം. അപ്പൊ ഏട്ടനാണെങ്കിൽ ബാഗും ഒക്കെ ആയിട്ട് ആ ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ ഇരുന്നു. ഞാനാണ് പോയത് ഈ ബാഗും കൊണ്ട്. അങ്ങനെ ഈ ബാഗും കൊണ്ട് നിന്ന് കുറച്ച് സമയം ഇങ്ങനെ നിന്നപ്പോ കുറേ സമയം ഓരോ പൂജ കഴിയുമ്പോ നട അടയ്ക്കുമ്പോ ആളുകളെ അങ്ങോട്ട് കടത്തി വിടാതിരിക്കുമ്പോ ഇങ്ങനെ ലൈൻ സ്റ്റക്കാകുക. അങ്ങനെ നിന്ന് കുറെ കഴിഞ്ഞപ്പോ എന്റെ പുറകുന്ന ഒരു കുട്ടി, എന്ന് പറഞ്ഞാൽ ഒരു 10-16 വയസ്സുള്ള ഒരു മോനാ. അപ്പൊ എന്നെ തട്ടിയിട്ട് ചോദിച്ചു, എന്താ ചേച്ചി ഇത് സഞ്ചിയില് ഇപ്പൊ വലിയൊരു ബിഗ് ഷോപ്പറിലാ ഇത് കൊണ്ടുവന്നത്, അത്രയും ഉണ്ടല്ലോ കോയിൻസ്. ഞാൻ ഒരു 6-7 കിലോ വെയിറ്റും ഉണ്ട് ഈ നാണയങ്ങളായതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അഹസ് കഴിക്കാനുള്ള പൈസയാണ്, വഴിപാടാണ്. അപ്പൊ ചോദിച്ചു, ഇതെന്തിനാ അഹസ് കഴിക്കാനുള്ള വഴിപാട്, ഈ തൊഴാൻ പോകുമ്പോ കൊണ്ടുവന്നത്, അത് പുറത്തുനിന്ന് ഷീട്ടാക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കണ്ട് എനിക്ക് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിച്ചാ മതി അഹസിന്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അതെങ്ങനെയാ അഹസാവുക, അഹസ് എന്ന് പറഞ്ഞാൽ ഉദയാസ്തമയ പൂജയാണ്. അത് നമ്മൾ നേരത്തെ ഷീട്ടാക്കിയിട്ട് വേണം, എല്ലാ പൂജയ്ക്കും പ്രസാദം തരൂ. ഇപ്പൊ ഇതിങ്ങനെ ചേച്ചി ഇപ്പൊ കൊണ്ടുപോയിട്ട് അത് അവിടെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെക്യൂരിറ്റിക്കാരെടുത്ത് അത് ഭണ്ഡാരത്തിലേക്ക് തട്ടും, ഈ ചില്ലറയല്ലേ. ഇനി അതെങ്ങനെയാ ചേച്ചിക്ക് അത് അഹസായി കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നത്, അത് ശരിയാണല്ലോ, അപ്പൊ വഴിപാടാണ്, അതിന് ഷീട്ടാക്കണം എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പൊ അത് അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞു ഈ കുട്ടി എന്നോട്. കൊണ്ടുപോയി വെക്കേണ്ട പൈസ. അങ്ങനെ പിന്നെ അങ്ങോട്ട് ഈ കുട്ടിയാണ് ഈ സഞ്ചി പിടിക്കുന്നത്. ചേച്ചി നടന്നോ ഞാൻ പിടിച്ചത്. ഞാനിങ്ങനെ ലൈന് നീങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ വലിച്ചു നീക്കി കൊണ്ടുപോയതാ ഈ സഞ്ചി. അങ്ങനെ ആ പറഞ്ഞു, ഞാൻ പിടിച്ചോളാം ചേച്ചി നടന്നോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വരി നീളുകയും ചെയ്തു, വേഗം വരി പോയി തുടങ്ങി. അങ്ങനെ മുമ്പിലെത്തി നമ്മൾ ആ മണ്ഡപത്തിന്റെ അവിടെ എത്തിയപ്പോ ആ കുട്ടി പറഞ്ഞു, ചേച്ചി മുമ്പ് കൂടെ അങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ മണിക്കണറിന്റെ അതിലെ വന്നിട്ട് തൊഴുമല്ലോ, ചേച്ചി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചോ, ഞാൻ ഇങ്ങോട്ട് നിക്കാന്ന് പറഞ്ഞ് ഈ സഞ്ചിയും വാങ്ങിയിട്ട് ഇത് ഈ സൈഡിലേക്ക് നിന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഗണപതിന്റെ അടുത്തൊക്കെ തൊഴുത് പുറത്തു വന്നു. പുറത്ത് വന്നപ്പോ അന്ന് പുറത്ത് പ്രസാദ കൗണ്ടർ ഒന്നുമില്ല, ഉള്ളില് മാത്രമേ ഉള്ളൂ, ആളുകൾ വടക്കുന്നടയില്. അപ്പൊ അവിടെയൊന്നും ആരും ഇല്ല. ഉച്ച സമയമില്ലേ, 1:30 മണിയായപ്പോഴേക്ക് സമയം. അപ്പൊ അവിടെ ചെന്നപ്പോ കൗണ്ടറൊക്കെ വിജനമായി കിടക്കുന്നു. അപ്പൊ ഈ കുട്ടി ഈ സഞ്ചി അവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. കുറെ കഴിഞ്ഞപ്പോ തിരുമേനിയും കൂട്ടി വന്നു. അപ്പൊ വന്നിട്ട് ഇവരോട് പറഞ്ഞു, ഇത് കോഴിക്കോട് നിന്ന് വരുന്നവരാണ്, ഇവർക്ക് ഒരു അഹസ് കഴിക്കാനുണ്ട്, അതൊന്ന് ഷീട്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു തിരുമേനിയോട്. അപ്പോഴേക്കൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു അയാള്. അവര് യാത്ര ചെയ്ത് വരുന്നതല്ലേ. അതൊക്കെ അയാള് ഒന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങനെ പോയിട്ട് ഒരു രജിസ്റ്റർ ബുക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നത്തേക്കാ വേണ്ടത്, ഏത് മാസത്തേക്കാണെന്ന്. അപ്പൊ അതൊരു 2-3 മാസം മുമ്പേ ഒക്കെ നമ്മള് ബുക്ക് ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നാളത്തേക്ക് തന്നെ കിട്ടണം, അത്രയും നിൽക്കാൻ സമയമുള്ളൂ. അപ്പൊ പറഞ്ഞു, നാളത്തേക്കൊന്നും പറ്റൂല, കുറച്ച് കഴിയാതെ 2-3 മാസം കഴിയണം, ഇന്ന ഡേറ്റ് നിങ്ങൾക്ക് പറ്റുന്നത് ഞാൻ നോക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു അങ്ങനെ. അപ്പൊ എന്നോട് ചോദിച്ചു, നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് ഒന്ന് ആക്കി കൊടുത്താലോ എന്ന് ചോദിക്കുക ഈ കുട്ടി ഈ തിരുമേനിയോട്. അപ്പൊ മറ്റന്നാൾ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്തോ ഒരു ഇത് കണ്ടല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒന്ന് നോക്കിന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പറയാ തിരുമേനിയോട്. അപ്പൊ തിരുമേനി ഈ പട്ടികയൊക്കെ നോക്കിയപ്പോ മറ്റന്നാളത്തേക്കുള്ള ഡേറ്റ് ഒരു ചോന്ന മഷി കൊണ്ട് റൗണ്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഈ കുട്ടി എങ്ങനെ അറിയാനാ? അപ്പൊ ഈ കുട്ടീനോട് ചോദിച്ചു, കുട്ടി ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഇവിടെ ദേവസ്വത്തില് അവിടെ തകിലടിക്കുന്ന ആളെ മോനാണെന്ന് പറഞ്ഞു തിരുമേനിയോട്. അങ്ങനെ നോക്കി, എന്നാ പിന്നെ മറ്റന്നാളത്തേക്ക്. അപ്പൊ ഈ കുട്ടീനോട് ചോദിച്ചു, ചേച്ചിക്ക് ഒരു ദിവസം കൂടി നിൽക്കാൻ പറ്റുമോ, ഒരു ദിവസം കൂടി നിന്നിട്ട് പോവാം.
ഇവിടെ നിന്നിട്ട്. അപ്പൊ നിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗുരുവായൂർ എത്ര ദിവസം നിക്കുന്നതും ഇഷ്ടം തന്നെയാണ്. അപ്പൊ എന്നാ ഒരു ദിവസം കൂടി നിക്കാന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെ അങ്ങനെ ഞാൻ ഏട്ടന്റെ അടുത്ത് ഇവിടെ വന്ന് ഓഡിറ്റോറിയത്തിൽ സൈഡിൽ വന്ന് പറഞ്ഞു ഒരു ദിവസം കൂടി പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അവര്. ഏതായാലും നമ്മൾ വന്നില്ലേ, ഇനിയിപ്പോ അഹസ് കഴിച്ചിട്ട് തന്നെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പിറ്റേ ദിവസത്തേക്ക് ഈ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി റെസീറ്റും വാങ്ങി ഞങ്ങൾ പോരുക. അപ്പൊ അന്നൊന്നും പ്രസാദൂട്ടൊന്നും കുറെ ആളുകൾക്കൊന്നുമില്ല, കുറച്ച് ആളുകൾക്കേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങളെ ആ കോണീന്റെ മുകളിൽ നിന്ന് ഒരു സെക്യൂരിറ്റി വിളിക്കുക, 5 പേര് വരും 5 പേര് വരും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് സെക്യൂരിറ്റി. അങ്ങനെ അപ്പൊ ഈ കുട്ടി പറഞ്ഞു നിങ്ങൾ പോയിട്ട് പ്രസാദമൊക്കെ കഴിച്ചിട്ട് റൂം പോയിക്ക്, ഇനി നാളെയല്ല മറ്റന്നാൾ രാവിലെ നിർമാല്യത്തിന് വന്നാൽ മതി, ഓരോ പ്രസാദവും വാങ്ങിക്കണം, പൂജന്റെ ഒക്കെ ഞാൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്നും പറഞ്ഞു എന്നോട്. ഞാനിവിടെ കാണും, അപ്പൊ ഭഗവതിക്കട്ടിന്റെ അവിടെ ഉള്ള ആ തൂണിന്റെ സൈഡിൽ ഉണ്ടാവും, ഞാന് അവിടെ വന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പോയി. അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ വന്നപ്പോഴേക്ക് ഈ കുട്ടി അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ റെസീറ്റ് വാങ്ങിക്കൊണ്ടുപോകും, പിന്നെ പ്രസാദങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു. അങ്ങനെ ഉച്ചയായപ്പോ അന്ന് ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു പോരണം. പറഞ്ഞു ഉച്ചപൂജ കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉച്ച വരെയുള്ള പ്രസാദങ്ങളൊക്കെ മാക്സിമം തരാൻ പറ്റുന്നതൊക്കെ ചോദിക്കാം അവിടുന്ന്. പിന്നെ രാത്രിയിലേക്കുള്ള 1-2 കാര്യങ്ങളും കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ, അത് ഞാൻ വാങ്ങിക്കൊള്ളുന്നുണ്ട്, ബാക്കിയൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞ് ഈ കുട്ടി കൊണ്ടുപോയി എന്നെ ഈ പിന്നെ ആടിയ എണ്ണയും കളവും പല പ്രസാദങ്ങളും ഉണ്ട്, പായസവും ശർക്കര പായസവും ഒക്കെ. പിന്നെ രാത്രി എന്തോ ഒരു ഉണ്ടമാലയോ ഏതോ തിരുമുടിമാലേന്റെയോ എന്തോ ഒരു പീസ് അങ്ങനെ എന്തേ ഉള്ളൂ, അത് ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞ് ഈ ബാക്കി പ്രസാദത്തിന്റെ നമ്മളെ ഈ റെസീറ്റ് ഞാൻ ആ കുട്ടീന്റെ കയ്യിൽ കൊടുത്തു. തിരിച്ചു കഴിഞ്ഞപ്പോ മോനെ എവിടുന്ന ഒന്ന് കാണുക. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ രാമകൃഷ്ണ ഇന്നിൽ ഉണ്ടാവും, ഞാൻ വൈകുന്നേരം കുറച്ച് സമയം അവിടെ കൗണ്ടറിൽ ഇരിക്കലുണ്ട്, 5 മണി മുതൽ 7 മണി വരെയൊക്കെ അവിടെ കൗണ്ടറിൽ ബിൽ സെക്ഷനിൽ ഉണ്ടാവലുണ്ട് പറഞ്ഞു. അങ്ങനെ എന്നാ പിന്നെ ഞങ്ങൾ റൂമിൽ പോയി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വരുമ്പോ ആ കുട്ടിയോട് ഒന്നും കൂടി പറഞ്ഞു പോരണ്ടേ. അതിന്റെ മുമ്പ് എനിക്ക് റെസീറ്റിന്റെ സൈഡിൽ അവന്റെ ഫോൺ നമ്പർ, അന്ന് ലാൻഡ് ഫോൺ, ഈ മൊബൈൽ ഫോൺ ഒന്നും അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് ലാൻഡ് ഫോണിന്റെ നമ്പർ എനിക്ക് ആ റെസീറ്റിന്റെ അച്ചടി വരാത്ത ആ ചെറിയ ഭാഗത്ത് എഴുതി തന്നു, ചെറിയ പേപ്പർ റെസീറ്റിന്റെ മുകളിൽ തന്നെ പറിച്ചിട്ട് എഴുതി തന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പോന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പോ നമ്മൾ ഒന്നുകൂടി പറഞ്ഞിട്ട് പോവുക, അവിടെ ഉണ്ടാവില്ല രാമകൃഷ്ണ ഇന്നില്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടെ വേറെ ആ പ്രായത്തിലൊക്കെ ഉള്ളൊരു കുട്ടി ഇരിക്കുന്നുണ്ട് രാമകൃഷ്ണയില്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഗുരുവായൂരിലൊക്കെ ഉള്ള ഇവിടെ ഉള്ള തകിലി ഗോപി എന്നാ എന്നോട് പറഞ്ഞത്. അപ്പൊ എന്തമ്മാന്ന് ചോദിച്ചിട്ട് അവിടുത്തെ അതിന്റെ മാനേജർ ഇങ്ങോട്ട് വന്നു രാമകൃഷ്ണ ഇന്നില്. അപ്പൊ അയാൾ പറഞ്ഞു ഇവിടെ ഉള്ള കുട്ടി ഇതാണ്, ഇവിടെ വേറെ ആരും ഇല്ല, ഇവിടെ അങ്ങനെ വേറെ ഒരു സ്റ്റാഫേ ഇല്ല എന്ന് പറഞ്ഞു, ഈ കുട്ടി അവിടെ ഉള്ളതെന്ന്. അപ്പൊ കുട്ടീനെ അപ്പൊ അയ്യോ അപ്പൊ ആരാ അത്? രാമകൃഷ്ണ എന്നോട് പ്രത്യേകം പറഞ്ഞതാ രാമകൃഷ്ണയിൽ നിന്ന്, അതല്ലേ അവിടെ കേറിയത്. അങ്ങനെ പിന്നെ എന്നാ പിന്നെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം STD കേറിയിട്ടൊന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ തെരഞ്ഞിട്ടു ആ ഒരു നമ്പർ എഴുതി പറയുമ്പോ എന്റെ ബാഗിന്റെ പുറത്തെ ആ സിബിന്റെ ഉള്ളിലാണ് ഞാൻ വെച്ചത്. ആ നമ്പർ എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല, വിളിക്കാനും പറ്റിയിട്ടില്ല, ആ കുട്ടീനെ പിന്നെ കണ്ടിട്ടുമില്ല.